വെൽക്കം ടു ഫ്ലൈം ബേഡ്സ്. ഇത് നാടൻ പിറ്റൂണിയാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ പ്ലാന്റ്. ഇത് കെയറിങ് ഒന്നും വേണ്ട, പക്ഷെ 2 നേരം വെള്ളം കൊടുക്കണം. പിന്നെ ഇതിന് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം ഇതിന് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നല്ല സൺലൈറ്റ്, ഇത് 3 ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും പൂവുണ്ടാവും. ഇന്നത്തെ വീഡിയോ പക്ഷെ ഇതല്ല. ഇന്നത്തെ വീഡിയോ ഫുൾ ഡേ കുക്കിംഗ് ആണ് ഞാൻ കാണിക്കണത്. അപ്പം അതൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കാലത്തേക്കുള്ള പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് ഗ്യാസ് ലാഭമുണ്ട് കേട്ടോ. അടിയിൽ മുട്ട പുഴുങ്ങാനിടാം, മുകളിൽ പഴം പുഴുങ്ങാനും വയ്ക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ മീൽ പ്രപ്പിൽ കാണിച്ച റെഡിയാക്കി വെച്ചേക്കണ പുട്ടും നാളികേരമാണ് പുറത്തെടുത്ത് വയ്ക്കണേ. പിന്നെ രാവിലത്തെ മെനു ഞങ്ങളുടെ പുട്ട്, കടലക്കറി, ബോയിൽഡ് എഗ്സ്, പഴം പുഴുങ്ങിയത്. ഇത് 2 റെഡി ആയിട്ടുണ്ട്. പുട്ടും കടലക്കറി ഇപ്പം റെഡിയാക്കാൻ പോകണം. ഇന്നലെ നമ്മൾ വെള്ളത്തിൽ വെച്ച കടലയാണ് വേവിക്കാൻ പോണത്. കടലയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വേപ്പിലും ഇട്ട് കൊടുത്ത് കടല വേവിക്കാം. ഇതൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഒരു കയ്യിൽ എടുത്തിട്ടിട്ട് ഇത് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഈ കടലക്കറി നമുക്ക് റെഡിയാക്കാം. പാൻ ചൂടായി കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം പെരുംജീരകം 1 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. ചെറിയ ജീരകമല്ല, പെരുംജീരകം. അതൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചേക്കണത് ഇട്ട് വഴറ്റാം. ഇതിലേക്ക് ഒരു 5-6 ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത് ഇടാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും പിന്നെ ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും. ഈ തക്കാളിയും കടലയും അരച്ചേൽക്ക് ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, മറ്റേ ഉള്ളിയും കശുവണ്ടിയൊക്കെ വറുത്തത്, അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ കൂടി എടുത്തിട്ട് മിക്സിയിൽ ഒന്നും കൂടി പേസ്റ്റ് ചെയ്ത് വരാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് ഇടണേ. മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിപ്പോൾ 1/2 കിലോ കടലയാണ് എടുത്തേക്കണേ. ആ കാരണം ഒരു ചെറിയ ടീസ്പൂണാണെങ്കിൽ ഒരു 3-4 ടീസ്പൂൺ മുളക് ചേർക്കാം. അതുപോലെ തന്നെ മല്ലിയും ഒരു 3-4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡറാണ്, അതൊരു 2 ടീസ്പൂൺ. എന്നിട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ അരച്ചു വെച്ചേക്കണ പേസ്റ്റ് എടുത്ത് ഒഴിക്കുക. കടലയും മറ്റേ സവാളയുടെ ഫ്രൈ ചെയ്തേക്കണതും
തക്കാളിയും കൂടിയിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുക. ഇതും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അധികം വെളിച്ചെണ്ണ വേണ്ട, കാരണം ഓയിൽ അത്യാവശ്യം സവാള ഫ്രൈയിലുണ്ടാവുമല്ലോ. ഇതിലേക്ക് നല്ല ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഗ്രേവിക്ക് എന്തോരം വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിക്കാം. എന്നാലും ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാം. നന്നായി തിളച്ച് കഴിയുമ്പോൾ വേവിച്ച് വെച്ചേക്കണം കടലിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലക്കറി അങ്ങനെ റെഡിയാവും. ലാസ്റ്റ് ഒരു തുള്ളി മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി നല്ലോണം ഇങ്ങനെ ബോയിലായി വന്നിട്ടുണ്ട്. ഈ ഗ്രേവി തന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. മുട്ടക്കറിക്ക് ആക്കാം, ഇറച്ചിക്കറി ആക്കാം, പനീറിനിടാം, പിന്നെ എന്തെന്നാ ഉരുളക്കിഴങ്ങ് റെഡിയാക്കാം. അങ്ങനെ എല്ലാ കാര്യത്തിനും ഈ മസാല, ഈ ഗ്രേവി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പണിയും കഴിയും. ഇതിങ്ങനെ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കടല ഞാനിതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാം. ഒരു പിഞ്ച് മസാലപ്പൊടി മോളിക്കോടി ഇടുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും. കറി എടുത്ത് വെച്ചാൽ അങ്ങനെ എന്നാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മതി മതി മതി. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ഉഴുന്ന് ആട്ടിയെടുക്കണേ. ഞാൻ 4 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസിൻ്റെ അടുത്ത് ഉഴുന്നെടുക്കണുള്ളൂ. ഇത് ഗ്രൈൻഡറിലിട്ട് അരയ്ക്കണ കാരണം കുറച്ച് ഉഴുന്ന് മതി. അപ്പോൾ ആദ്യം ഉഴുന്ന് അരച്ച് മാറ്റിയതിന് ശേഷം അരിയിട്ട് അരയ്ക്കും. അപ്പോൾ ഉഴുന്നിടാണ്. ഉലുവയുണ്ട് ഇട്ടതിൽ. കണ്ട ഈ ഉഴുന്നും അരി അരച്ചപ്പോൾ തന്നെ കണ്ട അപ്പോൾ അതങ്ങനെ ശരിക്കും വീർത്ത പോലെ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1/2 ഗ്ലാസ് ഉഴുന്ന് പോലും വേണ്ട, 250 ഗ്ലാസ് മതി. പക്ഷെ നമ്മുടെ ഒരു ധൈര്യത്തിന് ഞാനിങ്ങനെ 1/2 ഗ്ലാസിൻ്റെ അടുത്ത് ചേർക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ്സും അതിനേക്കാൾ നിറച്ചെടുത്താൽ മതി. 1/4 ഗ്ലാസ് നിറച്ചെടുത്താലും നന്നായി വീർത്ത് വരും കേട്ടോ. ഇനി ഈ മാവ് നല്ലോണം കൈകൊണ്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം, കാരണം ഇത് സെറ്റായി കഴിയുമ്പോൾ വെള്ളം കുറയും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായി കലക്കി എടുത്ത് വയ്ക്കും. ഇപ്പോൾ ഈ അരച്ച് വെച്ചേക്കണ മാവ് ഞാനിപ്പം ചെയ്യാൻ പോണത് ഇതൊരു ട്രിക്കാണ്. ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ചെയ്യാൻ പറ്റണതാണ്. അതായത് മാവുകൾ വീർക്കോ വീർക്കില്ല എന്നുള്ള പേടി വേണ്ട നമുക്ക്. ഇതിപ്പോൾ നമ്മുടെ റൈസ് കുക്കറാണ്. ആ കുക്കറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് എടുത്തു വയ്ക്കാം. ഇനി ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് മാവ് അരച്ച് വെച്ചേക്കണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് നന്നായി വീർത്ത് പൊന്തിയിട്ടുണ്ടാവും.
അതല്ല, രാത്രിയാണ് നമ്മൾ അരച്ച് വെക്കണതെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ നല്ലോണം വീർത്തുണ്ടാവും. അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയ്യോ നേരം വിളിക്കുമ്പോൾ മഴക്കാലത്ത് അയ്യോ വീർത്തില്ലല്ലോ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ ആ ടെമ്പറേച്ചർ നിലനിൽക്കണ കാരണം എന്തായാലും ഇത് വീർത്തിരിക്കും. അപ്പോൾ ഈ പണിയും കഴിഞ്ഞു നമ്മുടെ. ഇനി മാങ്ങക്കറിയാണ് വെക്കണത്. ഒരു സാധാരണ മാങ്ങക്കറി, മാങ്ങക്കറി അല്ല, സാധാരണ മാങ്ങക്കറി. ഇത്തിരി ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, പുളി അധികം ഇല്ല. ഇതിലേക്ക് ഞാൻ ചേർക്കണത് 2 മാങ്ങയാണ് ചെറുതെടുത്തേക്കണേ, ഒരു പിടി ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും. ഇത് ചതച്ചിടും. പിന്നെ ഒരു 2 പച്ചമുളക് എരിവിന് കീറിയിടുന്നു. പിന്നൊരു തണ്ട് വേപ്പില ഇടാം, ചതച്ചിടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇടാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. രണ്ട് സ്പൂൺ മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നല്ലോണം കൂട്ടി തിരുമ്മാം. ഇനി ഇതിലേക്ക് ഞാനൊരു നാളികേരം, അത്യാവശ്യം വലുപ്പമുള്ളൊരു നാളികേരമാണ് അതെടുത്തത്. അതിൻ്റെ 2ാം പാലാണ്, തൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ പണി നാളികേരപ്പാൽ, തൻപാൽ ഒഴിക്കുക. തൻപാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ കടുക് തളിക്കാം. കടുക് തളിക്കാനാണ്. കടുകിൻ്റെ ഒപ്പം തന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 പിഞ്ച് ഉലുവ, വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. മാങ്ങക്കറി റെഡിയായി. ചീരത്തോരനുള്ള ചീര കട്ട് ചെയ്ത് എടുക്കണം. ഈ ചീരയിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് രാത്രിക്ക് ചപ്പാത്തിക്ക് കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെയാണ് ചീരത്തോരൻ വയ്ക്കണത്. ചീരത്തോരൻ വയ്ക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, തോരൻ സാധാരണ തോരൻ വയ്ക്കണ മാതിരി തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ മൂപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട്, അല്ലെങ്കിൽ ചതച്ച മുളക്, ഞാൻ ഇപ്പോൾ ചതച്ച മുളക് ചേർക്കണത്, അതിട്ടിട്ട് റെഡിയാക്കാം. മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും മൂത്ത് കഴിയുമ്പോൾ ചീര വറുക്കിടാം. ഒന്ന് ആവി കയറിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് കൂടിപ്പോവും. ഈ ഇല ഒന്ന് അവിയുമല്ലോ,
അല്ലാണ്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അമ്മേ കുറേ ഇടേണ്ട വരും എന്ന് വിചാരിച്ചിട്ട് ഉപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ അവസാനം ഉപ്പാവും. അപ്പം ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് ആവി കയറിയതിന് ശേഷം ഉപ്പിടാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി പരിപ്പ് ചെറുതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്ത് പോയരുത്, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതുപോലെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പരിപ്പും നാളികേരം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി കോവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കോൺഫ്ലോറും ഉപ്പും ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഫ്രൈ ചെയ്യാം. കോവയ്ക്ക് ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്യണേ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി വയ്ക്കാം. ഈ കോവയ്ക്ക ഫ്രൈ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എയർ ഫ്രയറിലാന്ന് വിചാരിച്ചിട്ട് ഇത് നന്നാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റ് തന്നെ വരും. നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും ഞാനിങ്ങനെ കുഞ്ഞു പാത്രത്തിൽ വെച്ചേക്കണ കാരണം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇത് കഴിക്കാനായിട്ട്. അപ്പം എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. മോരുകറി, കുമ്പളങ്ങ ഇട്ട് വെച്ച മോരുകറിയാണിത്. പിന്നെ കാലത്തെ കടലയാണ്, അത് രാവിലെ ചാറൊക്കെ പോയ കാരണം അത് ഉപ്പേരി പോലെ നമുക്ക് എടുക്കാം. പിന്നെ ഇത് ചീരയും പരിപ്പും, പിന്നെ ഇത് മാങ്ങക്കറി, കോവയ്ക്ക ഫ്രൈ, പിന്നെ ഇത് കണ്ണിമാങ്ങ അച്ചാർ, പിന്നെ കൊണ്ടാട്ടുമുളക്, പപ്പടം. ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടുള്ള ഉച്ചക്കലത്തെ ഊണ്. അടിപൊളി ഊണാണ്. സെൽന സ്കൂൾ വിട്ടിട്ട് ഈ നേരത്ത് വരും കേട്ടോ, 2:15 ആകുമ്പോഴേക്കും വരും അവൾ. അപ്പോൾ അവൾക്കും ഇതുപോലെ അങ്ങനെ കുറേ കറികളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇനി സ്നാക്സായിട്ടിന്ന് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ബ്രെഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പമുള്ളത് ക്യാബേജും ക്യാരറ്റും തക്കാളിയും കൂടി നൈസായിട്ട് കട്ട് ചെയ്ത് അതിലാവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞ് ശേഷം പിന്നെ നമുക്ക് മയോണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാൻഡ്വിച്ച് ഫില്ലിങ്ങായി ഈസി ആയിട്ടുള്ളൊരു പരിപാടി. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ബ്രെഡുമ്മേലേക്ക് നമ്മളിത് ഫില്ലിങ് കൊടുത്ത് ഒരു ചീസിൻ്റെ സ്ലൈസും വെച്ച് അതിൻ്റെ മുകളിലും നമ്മൾ ഫില്ലിങ് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വേണ്ടവർക്കൊക്കെ ഈ മയോണൈസും കെച്ചപ്പും വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം ഒഴിച്ചാണ് കാരണം പിന്നെ ഞാൻ വേറെ ഒഴിക്കണില്ല. നല്ല ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. പിന്നെ നൈറ്റിൽ നമ്മൾ ഡിന്നർ റെഡിയാക്കണത് ഒരു ചപ്പാത്തിയും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലേക്കുള്ളൊരു കറിയായ കാരണം ഓയിലൊഴിച്ച് ജീരകം പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള ഇട്ട് അതും ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് എടുക്കണം. എന്താ കറി എന്നല്ലേ, അത് നമ്മൾ ചീരയും പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴിഞ്ഞു. ചീരയും പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചത് കാണിച്ചിട്ടില്ല കേട്ടോ, അത് മറന്നുപോയി, അത് ഇട്ടിട്ടില്ല, സ്കിപ്പായിപ്പോയി. അത് കുറച്ച് പരിപ്പും കുറച്ച് ചീരയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി ഉച്ചയ്ക്ക് ചീര. അപ്പം അത് രണ്ടും കൂടി ഒരുമിച്ച് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കും.
പിന്നെ ഇവിടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഒരെണ്ണം ചേർത്ത്, ഈ തക്കാളി ഒരെണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി വഴണ്ട് വരണം. നല്ല പേസ്റ്റ് പോലെ തന്നെ ആവണം. അതിനുശേഷം ഞാൻ ഈ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയില്ലേ, പരിപ്പും ചീരയും, ആ പരിപ്പും ചീരയും ഞാൻ മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കുന്നുണ്ട്. ആ പേസ്റ്റാണ് ഇതിലേക്ക് എടുത്തൊഴിക്കണം. ഇങ്ങനെയാകുമ്പോൾ ചീര കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതൊരു വിഷയമല്ലാണ്ടാവും കേട്ടോ. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ബോയിൽ ചെയ്തെടുക്കുക ഗ്രേവി. ഇനി ഞാനിതിലേക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത്, കൊഴുപ്പ് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അതിന്. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കസൂരി മേത്തിയാണ് ചേർക്കണേ. കസൂരി മേത്തി ചേർക്കുമ്പോൾ നല്ലൊരു മണം വരില്ല. അതിനുശേഷം ഞാൻ പനീറാണ് ഇതിലിടുന്നത്. അപ്പോൾ ഒരു ക്യൂബ് ബട്ടർ പനീറും കട്ട് ചെയ്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ പനീർ മസാല ഉണ്ടാക്കൂലേ നമ്മൾ, പനീർ ബട്ടർ മസാല, അതിൻ്റെയൊക്കെ ഒരു അനിയൻ എന്ന് പറയാം. ഇതിന് മാച്ചായിട്ട് ഞാൻ രാത്രി കഴിക്കണത് ചപ്പാത്തിയാണ്. ചപ്പാത്തി പരത്താനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഗോതമ്പ് പൊടിയല്ല കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് മൈദയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതുപോലെ മൈദ ഇട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും ചെയ്യും. എന്നുവെച്ചാൽ പരത്താൻ നല്ല ഈസി ആയിരിക്കും അത്. പിന്നെ അതിലിങ്ങനെ കുറേ ഇത് വരില്ലല്ലോ. പിന്നെ ഷേപ്പ് നിങ്ങൾ നോക്കണ്ട, നല്ല തിരക്കായ കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നന്നായി പൊള്ളിച്ചും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, ചീരയും പനീറും ഇട്ട ഒരു കറി, പിന്നെ സാലഡ് ഉണ്ട്, തണ്ണിമത്തനുണ്ട്. ഇന്നത്തെ കുക്കിംഗ് എല്ലാം തീരാണ്. ഇന്നത്തെ റെസിപ്പികളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നല്ല സോഫ്റ്റ് ചപ്പാത്തി കാണാം. നല്ല അടിപൊളി കറി. ചീര ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഇഷ്ടമാവും.